ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എഗ്ഗ് ട്രേയും കാർഡ്ബോർഡ് പീസുകളും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാർഡ്ബോർഡ് പീസുകൾ നമുക്ക് അതിലേക്ക് ഫ്രെയിം പോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം അതിൻ്റെ മുകളിലത്തെ ലെയർ ഇതുപോലെ നമ്മൾ കീറിക്കളയാണ്. ഇതുപോലെ നമ്മളതെല്ലാം കീറിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ കാർഡ്ബോർഡ് പീസിലേക്ക് ഫ്രെയിം പോലെ അത് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് കളർ പെയിൻറ്റും ഫ്രെയിം പോലെ ഒട്ടിച്ചെടുത്തതിൽ ബ്രൗൺ കളർ പെയിൻറ്റും കൊടുത്തെടുക്കാം. നമ്മളിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കോറാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രെയിമിലെല്ലാം നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തു. അതിനകത്തും നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റ് ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന എഗ്ഗ് ട്രേയിൽ നിന്ന് നമുക്ക് പൂക്കളും ഇലകളും കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന എഗ്ഗ് ട്രേയിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളതൊന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കത് ഫ്ലവറാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമുക്കത് ഫ്ലവറാക്കി കട്ട് ചെയ്തെടുക്കേണ്ടത്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. എഗ്ഗ് ട്രേ വെച്ച് വേറെ ക്രാഫ്റ്റ് വർക്കുകളും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറേ പൂക്കൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇലകളും എഗ്ഗ് ട്രേയിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഇലകളും നമ്മൾ കുറേ എണ്ണം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾക്കും ഇലകൾക്കും എല്ലാം നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ പൂക്കൾക്കാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മളിതിൽ വൈറ്റ് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു കളർ പെയിന്റും അതിൽ കൊടുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കൾക്കും നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇലകൾക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുപോലെ നമ്മൾ പൂക്കളിലും ഇലകളിലും എല്ലാം പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വള്ളി പോലെ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കുറേ എണ്ണം നമുക്കിതിൽ ഒട്ടിച്ചെടുക്കണം. ഇപ്പൊ ഇത് കുറേ വള്ളികൾ പോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ചുരുണ്ട് നിൽക്കുന്ന വള്ളികൾ പോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകൾ നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഇലകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഇലകളുടെ താഴെയായിട്ട് നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, എഗ്ഗ് ട്രേ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് ഇലകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളും ഇലകളും എല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.